पूछना चाहता हूँ मिस्टर फादर से, चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ। സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി ക്രിസ്മസ് എത്തുമ്പോൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന ആക്രമണ സംഭവങ്ങൾ നാടിനെ നടുക്കുന്നു. ഡൽഹി, മധ്യപ്രദേശ്, ഒറീസ, കേരളം എന്നിവിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ തീവ്ര ഹിന്ദുത്വവാദികൾ അക്രമം അഴിച്ചുവിടുകയാണ്. बाइबल क्या चीज है? धार्मिक ग्रंथ है। ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? ऑफ कोर्स इट वाज नॉट प्रिंटेड इन इंडिया। भारतवर्ष में ये पैदा हुआ ही नहीं था। विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में चलेगा नहीं। പള്ളികളിലും പ്രാർത്ഥനാ സഭകളിലും അതിക്രമിച്ചു കയറിയുള്ള ഭീഷണികൾ വിശ്വാസികളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है। हम कोई भी क्रिश्चियनों का മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ്. ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുത്ത കാഴ്ചയ്ക്ക് പരിമിതികളുള്ള ഒരു സ്ത്രീയെ BJP സിറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവ പരസ്യമായി അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത്യന്തം മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തി ചെയ്ത അഞ്ജു ഭാർഗവയെ പാർട്ടിയിൽ നിന്ന് ഉടൻ പുറത്താക്കണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. ബജ്രംഗദൾ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന സംഘം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായും മതപരിവർത്തനം ആരോപിച്ച് പ്രദേശം വിട്ടുപോകാൻ നിർബന്ധിച്ചതായും പരാതിയുണ്ട്. ഇതിനിടെ ഡിസംബർ 24-ന് ഛത്തീസ്ഗഡിൽ ബന്ദ് ആഹ്വാനം ചെയ്തുകൊണ്ട് ചില ഹിന്ദുത്വ സംഘടനകൾ സോഷ്യൽ മീഡിയ വഴി വിദ്വേഷ പ്രചാരണം നടത്തുന്നതിലും CBCI ആശങ്ക രേഖപ്പെടുത്തി. ഇത്തരം സന്ദേശങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതും കൂടുതൽ അക്രമങ്ങൾക്ക് വഴിവെക്കുവാനും സാധ്യതയുണ്ടെന്ന് ബിഷപ്പുമാർ മുന്നറിയിപ്പ് നൽകി. വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഈ കടന്നുകയറ്റം മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും രാജ്യത്തുടനീളം ക്രിസ്മസ് സമാധാനപരമായും സുരക്ഷിതമായും ആഘോഷിക്കാൻ ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കണമെന്നും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.